ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 25 ശനിയാഴ്ച നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിന്റെ ആൻസർക്ക് വന്നിട്ടുണ്ട്. PSC സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ബക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ചേരുംപടി ചേർക്കുക. മരുതം മൃഗസംരക്ഷണം, പാലായി ഉപ്പ് നിർമ്മാണം, മുല്ലായി തണ്ണീർത്തട കൃഷി, നെയ്ത്തൽ കൊള്ള അടിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ഗാന്ധി. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, വാണ്ടർ ഗോഹൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ ഉള്ളവയെല്ലാം. ജമാവത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CPML. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിൽ ഏറ്റത്? ഉത്തരം ഓപ്ഷൻ ബി, രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തത് ഏത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1658 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 4ഉം. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഉത്തരം ഓപ്ഷൻ സി, വിഷ്ണു ഡിയോ സായി. സമീപകാലത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, only 2. ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ, മുകളിലുള്ളവയെല്ലാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ ഉള്ളവയെല്ലാം. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അർദികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹെലിയൻ ആയിരുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ, പ്ലാങ്ക്ടോൺ, എറോസെൽ, ക്ലോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ ബി, 1 and 3. GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. RBIയുടെ മോണിറ്ററി പോളിസി സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ, only 1 and 2. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ, വരുമാനത്തിന്റെ നിരക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ. 1, 2, 3 ശരിയാണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ സി, 5.8. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറഞ്ഞ വ്യവസ്ഥകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പൗരത്വം.
താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശം? ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി 1971. 24. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1968 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ശോണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പൂതാനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായി ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ ഡി 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ഉത്തരം ഓപ്ഷൻ എ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 2024 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി മിലാനും കോർട്ടിനഡി അംബേസോയും. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത് സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഉത്തരം ഓപ്ഷൻ സി ഗീതാഞ്ജലി. താഴെ പറയുന്നവരിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഉത്തരം ഓപ്ഷൻ ഡി സ്കാനർ. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഉത്തരം ഓപ്ഷൻ എ വേർഡ് പ്രോസസർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി വാൻ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഉത്തരം ഓപ്ഷൻ ബി ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 2000. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം? ഉത്തരം ഓപ്ഷൻ ബി 8.3 മിനിറ്റ്. ലാർജ് ഹാൻഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി കണിക ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി അണുസംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി കോശ ശ്വസനം. COP28 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ദുബായ് UAE. 7x+2 = 49x-2x-3 ആണെങ്കിൽ xന്റെ മൂല്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി 8/3. രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 8/15. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6ഉം ഉൽപ്പന്നം 480ഉം ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ? ഉത്തരം ഓപ്ഷൻ സി 24. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ 4ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 241. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? ഉത്തരം ഓപ്ഷൻ ഡി 16. അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. ഉത്തരം ഓപ്ഷൻ ബി 184. T സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം D = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM നും 9:03 AM നും ഇടയിൽ കാർ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 20.
PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ്. Pയിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. Sൽ P ടാൻജന്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ = 48 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ PQR = എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 42. ഒരു പ്രത്യേക കോഡ് ഫാഷൻ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് CHRBHOKHMD എന്നാണ്. ആ കോഡ് ഫാഷൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ടെന്നീസിന്റെ മകനാണ് ആബേൽ. ടെന്നീസിന്റെ പിതാവാണ് ഡാനി. ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പേരക്കുട്ടി. ഒരു ക്ലോക്കിന്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 155. 2:11 3 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 30. ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ഞായർ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 12. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തന്റെ ആരംഭം പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 33. കാട്, മൃഗശാല, കടൽ. ഉത്തരം ഓപ്ഷൻ എ അക്വേറിയം. 5, 10, 26, 50. അടുത്ത നമ്പർ ഏതാണ്? 170. ബ്ലാങ്കിൽ വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി 122. 237 ഡിവൈഡഡ് ബൈ ഡാഷ് = 23,700. ഉത്തരം ഓപ്ഷൻ ബി 0.01. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഉത്തരം ഓപ്ഷൻ സി 5418. അടുത്തത് ഇംഗ്ലീഷ് ആണ്. One must do dash work. ഉത്തരം ഓപ്ഷൻ സി once. Identify the correct spelling. ഉത്തരം ഓപ്ഷൻ സി. Choose the proper sequence and mark the answer. The majestic mahogany table. ഉത്തരം ഓപ്ഷൻ ഡി QPRS. Choose the most appropriate word for the following. Rising air temperatures dash the physical nature of our oceans. ഉത്തരം ഓപ്ഷൻ സി affect. Identify the synonym of venerate. ഉത്തരം ഓപ്ഷൻ എ respect. Identify the antonym of emaciation. ഉത്തരം ഓപ്ഷൻ എ invigoration. Identify the pair of related words blurred, confused. ഉത്തരം ഓപ്ഷൻ ഡി muddled, unclear. A large dark grey cloud that brings rain or snow is called. ഉത്തരം ഓപ്ഷൻ ബി nimbus. The idiom to have an axe to grind means. ഉത്തരം ഓപ്ഷൻ ഡി to have a selfish interest to serve. I dash to the market with my friends now. ഉത്തരം ഓപ്ഷൻ ബി I am going. This brand of furniture is dash any other brand of furniture in the market. ഉത്തരം ഓപ്ഷൻ സി costlier than. She agreed dash whatever conditions were put before her. ഉത്തരം ഓപ്ഷൻ എ 2. Identify the most suitable pair of words to complete the sentence. Despite being the dash partner in the relationship, the franchisor does not always have all the dash. ഉത്തരം ഓപ്ഷൻ ഡി dominant advantages. We are happy that our chief minister with the members of his cabinet dash to be present at the function. ഉത്തരം ഓപ്ഷൻ എ is. No sooner had she entered the room dash and everybody began to make sound. ഉത്തരം ഓപ്ഷൻ ഡി then the light went off. We met her immediately after the session in which he dash a nice speech. ഉത്തരം ഓപ്ഷൻ ബി had given. The guests admired my paintings but they dash my writings. ഉത്തരം ഓപ്ഷൻ സി seemed to have disliked. Find out the correct sentence. Answer option D. I think him a silly boy. Ornithology means. ഉത്തരം ഓപ്ഷൻ എ study of birds. Select the alternative word for distasteful from the following. ഉത്തരം ഓപ്ഷൻ ബി unpleasant. അടുത്തത് മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി അരോഗ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. പോട്ടവൻ പോട്ടേയവൻ. പിരിച്ചെഴുതുക കാട്ടിനേൻ. ഉത്തരം ഓപ്ഷൻ എ കാട്ടി പ്ലസ് ഏൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. നോ ആക്ഷൻ സീംഡ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി മധുരി. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? ഉത്തരം ഓപ്ഷൻ ബി മധുരിച്ചിട്ട് തുപ്പാനും മേല കച്ചിട്ട് ഇറക്കാനും മേല. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ഉത്തരം ഓപ്ഷൻ എ ചെട്ടി. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി പീതാംബരൻ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി. ഉറപ്പ്, സൈദ്രം, തിടുക്കം, വേഗം. ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 25-ാം തീയതി നടന്നതിന്റെ ആൻസർ കീ ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു.